എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ടിരിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. അരുണിമ മിസ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ബേസിക് സയൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെടുത്താനാണ്. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും അല്ലെ നല്ലതുപോലെ പഠിച്ച് എക്സാം എഴുതണം എന്നുള്ളതാണ് ആനുവൽ എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ പഠിച്ച പാഠഭാഗങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാനും കൂടിയാണ് മിസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ബഹിരാകാശ ഗവേഷണങ്ങളെ കുറിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണങ്ങൾ, ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങൾ, ഇതൊക്കെ എന്താണ് സ്ഥിരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ പാറ്റേൺ മാറിയതിനോട് തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കോളൂ. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഏതെങ്കിലും 4 ഉപയോഗങ്ങൾ എഴുതുക. ഇവിടെ നോക്കിക്കേ, ഇൻസാറ്റ് വാർത്താവിനിമയം, എഡ്യൂസാറ്റ് എന്താണ്? അപ്പൊ ചില ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നന്നായിട്ട് വായിക്കുമ്പോൾ തന്നെ അറിയാം, ക്വസ്റ്റ്യൻസിന്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും, ഉത്തരങ്ങളും ഒളിഞ്ഞടപ്പുണ്ടാവും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം അല്ലെ, ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണത്തിന്റെ പേരാണ് ചാന്ദ്രയാൻ എന്ന് പറയുന്നത്. അപ്പൊ ചാന്ദ്രയാൻ 1, ചാന്ദ്രയാൻ 2, ചാന്ദ്രയാൻ 3 എന്നിങ്ങനെ 3 ചാന്ദ്ര ദൗത്യങ്ങളാണ് ഇന്ത്യക്ക് ഉള്ളത്. ഇതിൽ ചാന്ദ്രയാൻ എന്ന് പറയുന്നത് അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴാണ്, 2008 ഒക്ടോബർ 22-നാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടന ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഏതാണ്? ISRO അല്ലെ. എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഏകോപിപ്പിക്കുന്നത്. പക്ഷെ ഇത് വിക്ഷേപിച്ചിരിക്കുന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്, അറിയുന്ന കാര്യമാണ്. അപ്പോൾ ചാന്ദ്രയാൻ 1 കഴിഞ്ഞു. ചാന്ദ്രയാൻ 2 നിങ്ങൾക്ക് അറിയാം അല്ലെ. ചാന്ദ്രയാൻ 2 ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഈ ചാന്ദ്രയാന്റെ കൂട്ടത്തിൽ തന്നെ ചാന്ദ്രയാൻ 3 ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയതെന്ന് നമുക്ക് പറയാം അല്ലെ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമായിട്ട്, അതായത് ഇത്രയും കാലം, അതായത് അമേരിക്ക ആയിക്കോട്ടെ വേറെയുള്ള ആളുകളായിക്കോട്ടെ, അവരൊക്കെ എവിടെയാണ്? അവരൊക്കെ നോർത്തേൺ സൈഡിലാണ്, ചന്ദ്രന്റെ നോർത്തേൺ സൈഡിലാണ് പേടകങ്ങൾ ഇറക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ദക്ഷിണ ധ്രുവത്തിലേക്ക് പേടകം ഇറക്കിയത് ആരാണ്? അത് ഇന്ത്യയാണ് അല്ലെ. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ശേഖരിച്ചിട്ടുണ്ട്. അപ്പൊ ചാന്ദ്രയാൻ ദൗത്യം സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ അല്ലെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. ഡേ ടു ഡേ ലൈഫിൽ വരുന്ന അപ്ഡേറ്റ്സുകളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ ചേർക്കണം. കാരണം അല്ലെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യോമനട്ട് അല്ലെ, അതായത് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി എന്ത് ചെയ്തിട്ടുണ്ട്, ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. ശുഭാംശു ശുക്ല എന്നാണ് പേര്. അപ്പൊ ബഹിരാകാശ രംഗത്തുള്ള നേട്ടങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത ചോദ്യം നോക്കിക്കേ. കൃത്രിമ ഉപഗ്രഹങ്ങളുടെ 4 ഉപയോഗങ്ങൾ എഴുതുക. അതിന് ചുവടെ തന്നെയായിട്ടാണ് അല്ലെ ഇൻസാറ്റ് വാർത്താവിനിമയം എന്നും എഡ്യൂസാറ്റ് എന്താണെന്നുള്ളത് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാലോ, വാർത്താവിനിമയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട് നമ്മൾ, കൃത്രിമ ഉപഗ്രഹം അല്ലെ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ത് ചെയ്യാറുണ്ട്, ലോഞ്ച് ചെയ്യാറുണ്ട്. എഡ്യൂസാറ്റ് എന്നുള്ളത് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്, എല്ലാവർക്കും അറിയാം, എഡ്യൂക്കേഷൻ അല്ലെ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം. അപ്പോൾ ഇന്ത്യ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ വാർത്താവിനിമയമായി, വിദ്യാഭ്യാസമായി, ഇനിയും കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഡിഫൻസ് മേഖലയിൽ അല്ലെ, പ്രതിരോധ മേഖലയിൽ സുരക്ഷാ ആവശ്യങ്ങളെയൊക്കെ മുൻനിർത്തിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ഒരുപാട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം അല്ലെ, രാജ്യത്തിന്റെ പ്രതിരോധ ആവശ്യങ്ങൾക്ക്, സുരക്ഷാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാറുണ്ട്. അതേപോലെ തന്നെ അല്ലെ ഭൗമോപരിതലത്തിലും അതേപോലെ തന്നെ അല്ലെ ഒരുപാട് തരത്തിലുള്ള ധാതുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ GPS അല്ലെ, GPS സിസ്റ്റത്തിന് വേണ്ടിയിട്ട്, നാവിഗേഷന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാലാവസ്ഥ പഠനത്തിന് വേണ്ടിയിട്ട് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ അയക്കാറുണ്ട്. അപ്പോൾ ഓരോ ആവശ്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി, നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. ഇപ്പം വേണമെങ്കിൽ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് എഴുതാം,
വാർത്താവിനിമയം എഴുതാം, ക്ലൈമറ്റ് ചേഞ്ച് എഴുതാം, നിങ്ങൾക്കൊക്കെ ശരിയാണ്. അതേപോലെ തന്നെ ഡിഫൻസ് എഴുതാം, അതേപോലെ സമുദ്രത്തിൻ്റെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപഗ്രഹങ്ങൾ അയച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപഗ്രഹങ്ങൾ അയച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസറിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? യെസ്. അപ്പോൾ പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾ 6ാം ക്ലാസ്സിലേക്ക് പോകുമ്പോഴും അല്ലേ ഇതേപോലെ നിങ്ങളുടെ ഒക്കെ കൂടെ സൈലത്തിലുള്ള ഞങ്ങളെല്ലാവരും ഉണ്ടാവും. അപ്പോൾ സൈലത്തിലേക്ക് നിങ്ങൾ 6ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കുള്ള ബാച്ചാണ് നമ്മുടെ വജ്ര ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വജ്ര ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 20 മുന്നേ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൂടെ ഉണ്ടാവും, ഒരു സ്മാർട്ട് വാച്ച് കൂടെ സമ്മാനമായിട്ടുണ്ടാവും. അപ്പോൾ സൈലത്തിൽ നിങ്ങളെ കാത്ത് ഒത്തിരി കാര്യങ്ങളാണുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാണ്, നമ്മുടെ മക്കളെ എല്ലാവരെയും സൈലത്തിലേക്ക് ടീച്ചർ വെൽക്കം ചെയ്യാണ്. അപ്പോൾ സൈലം എഡ്യൂഫെസ്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് 10% ഡിസ്കൗണ്ടും കൂടെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ എന്ത് കാര്യങ്ങൾ അറിയാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈലത്തിനോടൊപ്പം നല്ല ഉഷാറായിട്ട് പഠിക്കാം. അപ്പോൾ ആനുവൽ എക്സാമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ലൈവ് ക്ലാസ്സുകളും മുടങ്ങാതെ കാണാൻ ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.